Hello, in this section we are discussing about the geological work by seawater, mainly the transportation and deposition. Transportation work by seaway. The transportation work of seaway varies significantly from other agents of erosion and transportation. The backwash or undertow currents pick up the eroded materials and transport them seaward, but the uprushing breakaways or surf currents pick up these materials and bring them again to the coast and beaches. മറ്റ് ഇറോഷണൽ ഏജൻസിനെ അപേക്ഷിച്ച് സീവേസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വർക്ക് വളരെയധികം ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്കറിയാം റണ്ണിങ് വാട്ടറിനായാലും വിൻഡിനായാലും അണ്ടർഗ്രൗണ്ട് വാട്ടറിനോ ആയാലും ഒക്കെ മൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ സീവേസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇറോഷനും മറ്റുള്ള ഏജൻസിനെ അപേക്ഷിച്ച് ഡിഫറൻറ്റുമാണ്. ഇനി ഒരു ബാക്ക് വാഷ് അല്ലെങ്കിൽ അണ്ടർടോ കറൻസിൻ്റെ പ്രത്യേകത അറിയാം. സീഷോറിൽ എത്തുകയും അത് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് സീഷോറിലുള്ള ഇറോഡഡ് മെറ്റീരിയൽസിനെ അത് സീയിലോട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം അവിടെ എത്തുന്ന ബ്രേക്കവേസ് അല്ലെങ്കിൽ സർഫ് കറൻസ് ഈ സീയിലോട്ട് കൊണ്ടുപോയ ഇറോഡഡ് മെറ്റീരിയൽസിനെ തിരികെ ബീച്ചിൽ അല്ലെങ്കിൽ ഷോറിൽ എത്തിക്കുന്നു. Thus, the transportation of materials take place from coastland towards sea and from sea towards coast. അതായത് കോസ്റ്റിൽ നിന്ന് സീയിലോട്ടും അതുപോലെ തന്നെ സീയിൽ നിന്നും കോസ്റ്റിലോട്ടും രണ്ട് വയസ്സും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. When oblique waves strike the coast, longshore currents are generated. These longshore currents transport the materials parallel to the shoreline. ഒബ്ലിക് വേവ്സ് ഒരു കോസ്റ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ലോങ് ഷോർ കറൻസ് ഉണ്ടാവുന്നു. ഈ ലോങ് ഷോർ കറൻസ് കോസ്റ്റിന് അല്ലെങ്കിൽ ഷോറിന് പാരലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ മെറ്റീരിയൽസിനെ റോഡഡ് മെറ്റീരിയൽസിനെ കോസ്റ്റിന് പാരലായിട്ട് ട്രാവൽ ചെയ്യിപ്പിക്കുന്നു. The materials involved in the transportation by seaways include sand, slit, gravel, pebble, cobble and sometimes boulder. ഇനി ഒരു സീ വേവ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സാൻഡ്, സ്ലിറ്റ്, ഗ്രേവൽ, പെബിൾസ്, കോബിൾസ്, ചിലപ്പോൾ ബൗൾഡേഴ്സ് വരെ അത് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. The main depositional landforms include beaches, bars and barriers, spits, tombola and lagoons. Beaches. Temporary or short-lived deposits of marine sediments consisting of sand, shingles, cobbles, etc. on the seashore are called beaches. ഒരു സീഷോറിൽ കാണുന്ന മറൈൻ സെഡിമെന്റ്സിന്റെ ഒരു ഡെപ്പോസിറ്റ്സിനെയാണ് ബീച്ചസ് എന്ന് പറയുന്നത്. ബീച്ച് എന്ന് പറയുന്ന ഒരു ടെമ്പററി ഫീച്ചറാണ് അല്ലെങ്കിൽ ഷോർട്ട് ലീവ്ഡ് ഫീച്ചറാണ്. ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന സാൻഡ്, ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ പെബിൾസ്, ദെൻ കോബിൾസ് തുടങ്ങിയവയാണ്. Beaches are deposited by breakaways between high and low tide water. ഹൈ ടൈഡ് വാട്ടറിനും ലോ ടൈഡ് വാട്ടർ ലെവലിനും ഇടയ്ക്ക് ബ്രേക്കവേസ് ആണ് ബീച്ചസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇൻ വിഡ്ത്ത് ബീച്ചസ് വേരി ഫ്രം ഫ്യൂ മീറ്റേഴ്സ് ടു സെവറൽ കിലോമീറ്റേഴ്സ്. ബീച്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് മീറ്റർ മുതൽ ഒത്തിരി കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടാറുണ്ട്. ബീച്ചസ് ആർ ജനറലി ഫോം വെൻ സീ ഈസ് കാം ആൻഡ് വിൻഡ്സ് ആർ ഓഫ് ലോ വെലോസിറ്റി. ബീച്ചസ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് സീ കണ്ടീഷൻ വളരെ കാമായിരിക്കുമ്പോഴും വിൻഡിന്റെ വെലോസിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്തുമാണ്. ബീച്ച് മെറ്റീരിയൽസ് കൺസിസ്റ്റ് ഓഫ് ഫൈൻ ടു കോഴ്സ് സാൻഡ്, ഷിംഗിൾസ്, കോബിൾസ്, ബൗൾഡേഴ്സ് എക്സെട്ര. ബീച്ച് മെറ്റീരിയൽസിൽ വളരെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്നത് സാൻഡ്, കോബിൾസ്, ബൗൾഡേഴ്സ്, പെബിൾസ് തുടങ്ങിയവയാണ്. Parts of a beach. First, upper beach. The upper beach represents the landward section of the beach and is composed of coarser and larger materials such as pebbles, cobbles, boulders, and the slope ranges between 10 to 20 degree. അപ്പർ ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഭാഗത്തിനാണ് അപ്പർ ബീച്ച് എന്ന് വിളിക്കുന്നത്. അതായത് ലാൻഡുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ബീച്ചിന്റെ ഭാഗമാണ് അപ്പർ ബീച്ച്. അപ്പർ ബീച്ചിൽ പ്രധാനമായിട്ടുമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് കോഴ്സറും ലാർജർ മെറ്റീരിയൽസുമായ പെബിൾസ്, കോബിൾസ്, ബൗൾഡേഴ്സ് തുടങ്ങിയവയാണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 10 മുതൽ 20 ഡിഗ്രി വരെ റേഞ്ച് ചെയ്യും. Then lower beach. The lower beach represents the seaward section of the beach and is composed of sand and has low gradient of 2 degree and even less.
സിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ബീച്ചിന്റെ ഭാഗത്തിനെയാണ് ലോവർ ബീച്ച് എന്ന് വിളിക്കുന്നത്. ഇത്രയും ഭാഗത്തിനെയാണ് ലോവർ ബീച്ച് എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും സാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ് കാണപ്പെടുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ഡിഗ്രിയോ അതിൽ കുറവാണ് ഇവിടുത്തെ സ്ലോപ്പ്. Then storm beach. The storm beach is a semi-permanent ridge which stands well above the level of higher spring tide. ഹൈ സ്പ്രിംഗ് ടൈഡ് ലെവലിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു സെമി പെർമനന്റ് ആയിട്ടുള്ള ഒരു റിഡ്ജിനെയാണ് സ്റ്റോം ബീച്ച് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും അപ്പർ ബീച്ചിന്റെ അടുത്താണ് കാണാൻ പറ്റുന്നത്. ഒരു സെമി പെർമനന്റ് ആയിട്ടുള്ളൊരു റിഡ്ജാണ്. എപ്പോൾ വേണമെങ്കിലും ആ റിഡ്ജിന് മാറ്റം സംഭവിക്കാം. Then beach ridges or berms. The successive low ridges built by constructive waves parallel to the coastline and below the level of high spring tides are called beach ridges or berms. ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും berms. അതായത് കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറഞ്ഞ റിഡ്ജസ് ആണ് berms അല്ലെങ്കിൽ ബീച്ച് റിഡ്ജസ് എന്ന് പറയുന്നത്. ഇതിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്റ്റീവ് വേവ്സ് ആണ്. അതായത് കോസ്റ്റിന് പാരലായിട്ട് പോകുന്ന കൺസ്ട്രക്റ്റീവ് വേവ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ മണൽക്കൂനകളാണ് ബീച്ച് റിഡ്ജസ് അല്ലെങ്കിൽ ബേംസ് എന്ന് പറയുന്നത്. ഇത് ഹൈ ടൈഡ് ലെവലിന് താഴെയാണ് ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത്. Then beach cups. Beach cups are small regular embayment and a series of headlands composed of shingles. Beach cups ഇവിടെ കാണാൻ സാധിക്കും. ബേ കണക്കിരിക്കുന്ന ഒരു ഫീച്ചറാണ് ബീച്ച് കപ്സ് എന്ന് പറയുന്നത്. ഷാലോ ആയിട്ടൊരു ഡിപ്രഷനാണ്. ചിലപ്പോൾ അതിൽ വെള്ളമായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സെഡിമെന്റ്സ് ആയിരിക്കാം അതിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പം ഇവിടെ ഒരു സീരീസ് ഓഫ് ഹെഡ്ലാൻഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഹെഡ്ലാൻഡ്സ് എല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്ന ഷിംഗിൾസ്, പെബിൾസ് ആണ്. Classification of beaches. Beaches are generally classified on the basis of beach materials into sand beach, shingle beach, boulder beach. First, sand beach. Sand grains ranging in size between 0.5 to 2 millimeter. Sand beach. Sand beach ന്റെ പ്രത്യേകത ഇവിടുത്തെ സാൻഡ് ഗ്രെയിൻസിന്റെ ഡയമീറ്റർ റേഞ്ച് ചെയ്യുന്നത് 0.5 മുതൽ 2 millimeter വരെ ആയിരിക്കും. സെക്കൻഡ്, ഷിംഗിൾ ബീച്ച്. കമ്പോസ്ഡ് ഓഫ് പെബിൾസ് റേഞ്ചിങ് ഇൻ സൈസ് ഫ്രം 2 to 100 millimeter. ഷിംഗിൾ ബീച്ചിന്റെ പ്രത്യേകത ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ടും പെബിൾസ് ആണ്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 മുതൽ 100 മില്ലിമീറ്ററിനും ഇടയിലായിരിക്കും. Then boulder beach, composed of particles having size more than 100 millimeter in diameter. ബൗൾഡർ ബീച്ചിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബൗൾഡേഴ്സ് ആയിരിക്കും. ബൗൾഡേഴ്സിന്റെ സൈസ് റേഞ്ച് ചെയ്യുന്നത് 100 മില്ലിമീറ്ററിന് മുകളിലാണ്. Then other two terms associated with the sea wave is progradation and retrogradation. Progradation. The regular increase in the width of sea beaches towards the sea is known as progradation, while the depression of beaches due to erosion and thus narrowing or beach cutting is called a retrogradation. രണ്ട് ടേംസ്, പ്രോഗ്രഡേഷനും റിട്രോഗ്രഡേഷനും. സീ വേവിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സീ ബീച്ചസിന്റെ വിഡ്ത്ത് കൂടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് പ്രോഗ്രഡേഷൻ എന്നാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബീച്ചിന്റെ സൈസ് കൂടി വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് പ്രോഗ്രഡേഷൻ എന്നാണ്. അതേസമയം ഇറോഷൻ കൊണ്ടോ ബീച്ച് കട്ടിംഗ് കൊണ്ടോ ബീച്ചിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് കുറഞ്ഞു വരുന്നെങ്കിൽ അതിനെ വിളിക്കുന്നത് റിട്രോഗ്രഡേഷനും. നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ശംഖുമുഖം വേളി ഭാഗത്തൊക്കെ റിട്രോഗ്രഡേഷനാണ് നടക്കുന്നത്. കടൽക്ഷോഭം കാരണം കടലിൽ കയറിയാണ് വരുന്നത്. അപ്പോൾ ബീച്ച് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരും. അതാണ് റിട്രോഗ്രഡേഷൻ. Bars and barriers. The ridges, embankments or mounds of sand formed by the sedimentation through sea waves parallel to the shoreline are called bars. Sea wave sedimentation process വഴി ഷോർലൈനിന് പാരലൽ ആയിട്ടുണ്ടാവുന്ന റിഡ്ജസിനെയോ അല്ലെങ്കിൽ എംബാക്ക്മെന്റ്സിനെയോ അല്ലെങ്കിൽ മൗണ്ട്സ് ഓഫ് സാൻഡിനെ വിളിക്കുന്ന പേരാണ് ബാർസ്. The larger form of bars are called barriers. ബാർസിന്റെ തന്നെ വലിയ സൈസിനെ വിളിക്കുന്ന പേരാണ് barriers. The formation of bars and barriers starts with the development of shoals due to deposition of sand. ബാറും ബാരിയറും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് ഷോൾസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഷോൾ എന്ന് പറയുന്നത് സീയുടെ താഴെ കാണപ്പെടുന്ന സബ്മേർജ് ചെയ്ത് കാണപ്പെടുന്ന റിഡ്ജസിനെയാണ് ഷോൾസ് എന്ന് പറയുന്നത്. സാൻഡിന്റെ ഡിപ്പോസിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഷോൾസ്. അപ്പോൾ ഷോൾസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായി വരുന്ന ഫോർമേഷൻസ് ആണ് ബാർസും ബാരിയേഴ്സും. If the bars are formed in such a way that they are parallel to the coast but are not attached to the land, they are called offshore or longshore bars.
ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാർ അല്ലെങ്കിൽ ബാരിയർ ഫോം ചെയ്തു, അത് കോസ്റ്റിന് പാരലൽ ആണ്, പക്ഷെ കോസ്റ്റുമായിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ബാർസിനെയോ ബാരിയേഴ്സിനെയോ വിളിക്കുന്ന പേര് ഓഫ് ഷോർ ബാർസ് അല്ലെങ്കിൽ ലോങ് ഷോർ ബാർസ് എന്നാണ്. Spit. If the sandbars are formed in such a way that their one end is attached to the land while the other end projects or open out towards the sea, they are called spit. സാൻഡ് ബാർസിന്റെ ഒരു ടൈപ്പാണ് സ്പിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഒരു എൻഡ് ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, മറ്റേ എൻഡ് എന്ന് പറയുന്നത് സീയുടെ ഭാഗത്തോട്ട് പ്രൊജക്ട് ചെയ്തോ ഓപ്പൺ ഔട്ട് ചെയ്തോയിരിക്കും കാണപ്പെടുന്നത്. ഈ ഭാഗം നോക്കാം, ഇതാണ് സാൻഡ് സ്പിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, അതിന്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് സീയുമായിട്ട് പ്രൊജക്ട് ചെയ്തോ അല്ലെങ്കിൽ ഓപ്പൺ ഔട്ട് ചെയ്തോയിരിക്കും കാണപ്പെടുന്നത്. High energy storm waves very often modify the shape of spits by bending them towards the coast. ഇനി വളരെ ശക്തിയേറിയ സ്റ്റോം വേവ്സ് കോസ്റ്റിന്റെ ഭാഗത്ത് വീശുന്ന സമയത്ത് ഈ സ്പിറ്റിന്റെ ഷേപ്പിന് മോഡിഫിക്കേഷൻ വരും. അതായത് ഏത് ഭാഗമാണോ സീ ആയിട്ട് പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണപ്പെടുന്നത് അതിനൊരു ബെൻഡിങ് സംഭവിക്കും. The curved spits assume the shape of a hook and such spits are called hooked spits or simply hooks. കണ്ടിന്യൂസ് ആയിട്ട് വേവ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കർവ്ഡ് സ്പിറ്റ് ഹൂക്കിന്റെ ഷേപ്പിൽ എത്തുകയും അത്തരത്തിലുള്ള സ്പിറ്റ്സിനെ വിളിക്കുന്നത് ഹൂക്ക്ഡ് സ്പിറ്റ്സ് എന്നോ ഹൂക്സ് എന്നോ വിളിക്കാറുണ്ട്. When the spits are bent such to extent that they are attached to the mainland and thus form a complete loop which encloses seawater in the form of lagoons, such form of a spit is called loop. ഇനി ഇതിന് വീണ്ടും ബെൻഡിങ് സംഭവിച്ച് ഫുള്ള് ബെൻഡിങ് സംഭവിച്ച് അതൊരു കർവേച്ചറായി മാറുകയും അതിന് നടുക്ക് മാത്രം വെള്ളം കെട്ടിക്കെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതായത് ലഗൂൺസ് ഉണ്ടാകുകയും ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്പിറ്റിനെ വിളിക്കുന്നത് ലൂപ്പ് എന്നാണ്. When such loop is formed around an island, it is called looped bar. ഇനി അത്തരത്തിൽ ഒരു ലൂപ്പ് ഒരു ഐലൻഡിന് ചുറ്റുമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലൂപ്ഡ് ബാർ എന്നാണ്. Connecting bars and tombola. Connecting bars are formed when the bars are so extended that they either join two headlands or two islands. രണ്ട് ഐലൻഡ്സിനെയോ അല്ലെങ്കിൽ രണ്ട് ഹെഡ്ലാൻഡ്സിനെയോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബാർസിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റിംഗ് ബാർസ്. അത് ആക്ച്വലി ഒരു ബാർ ഫോം ചെയ്തിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടാണ് ഈ ഒരു ഫീച്ചർ ഫോം ചെയ്യുന്നത്. A bar becomes tombola when it connects the mainland with an island or connects a headland with the island. ഇനി ഒരു ബാറ് ടംപോള എന്നറിയപ്പെടുന്നത് അതൊരു മെയിൻലാൻഡിനെയും ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഹെഡ്ലാൻഡിനെയും ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു ബാറ് ടെമ്പോള എന്നറിയപ്പെടുന്നത്. ഇവിടെ കാണുന്നത് ഒരു ടെമ്പോളയാണ്, ഇതൊരു മെയിൻലാൻഡ് ആണ്, ഇതൊരു ഹെഡ്ലാൻഡ് ആണ്. ഈ ഒരു ഹെഡ്ലാൻഡിനെയും ഈ ഒരു മെയിൻലാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ടംപോള. ഇനി അത് രണ്ട് ഐലൻഡിനെയോ രണ്ട് ഹെഡ്ലാൻഡിനെയോ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് കണക്റ്റിംഗ് ബാർസ്. Winged headland. A headland is an area of resistant rock that extends from the coastline into sea. എന്താണ് ഒരു ഹെഡ്ലാൻഡ് എന്ന് നോക്കാം. കോസ്റ്റ് ലൈനിൽ നിന്നും സീയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റെസിസ്റ്റന്റ് റോക്കിന്റെ ഒരു ഏരിയ ആണ് ഹെഡ്ലാൻഡ് എന്ന് പറയുന്നത്. മുനമ്പ് എന്നൊക്കെ പറയും. ഈ കാണാൻ സാധിക്കും, ഇതൊരു കോസ്റ്റ് ആണ്. ഇവിടെ നിന്ന് സീയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് റോക്കിന്റെ ഏരിയ വിളിക്കുന്ന പേരാണ് ഹെഡ്ലാൻഡ്. When the bars of pebbles and cobbles are formed on either side of headland, such headland is called a winged headland. ഇപ്പോൾ ഒരു ഹെഡ്ലാൻഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പെബിൾസിന്റെ കോബിൾസിന്റെ ബാർസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹെഡ്ലാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് വിങ്ഡ് ഹെഡ്ലാൻഡ്. കാരണം രണ്ടു വശത്തും ഒരു വിങ് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ വിങ്ഡ് ഹെഡ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. Bays and bars. A bay is a body of water partially surrounded by land, and a bay is a small body of water or a broad inlet that is set off from a larger body of water, generally where the land curves inward. Bay എന്ന് പറയുന്നതിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ബേ എന്ന് പറഞ്ഞ ഒരു ബോഡി ഓഫ് വാട്ടർ ആണ്, പാർഷ്യലി കവർ ചെയ്തിരിക്കുന്നത് ലാൻഡ് കൊണ്ടാണ്. അതേസമയം കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുന്നെങ്കിൽ ഒരു ലാർജർ ബോഡി ഓഫ് വാട്ടറിൽ നിന്നും വരുന്ന ബ്രോഡ് ഇൻലെറ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ ബോഡി ഓഫ് വാട്ടർ ആണ് ബേ എന്ന് പറയുന്നത്. ഒരു കടലിടുക്കോ അല്ലെങ്കിൽ വലിയൊരു ലേക്കോ കൊണ്ടുവന്നിരിക്കട്ടെ, ആ ലേക്കിൽ നിന്നോ അല്ലെങ്കിൽ ആ കടലിൽ നിന്നോ വരുന്ന ഒരു ബ്രോഡ് ഇൻലെറ്റ്, ഒരു കൈവഴി അല്ലെങ്കിൽ ഒരു ഉൾക്കടൽ എന്നൊക്കെ പറയുന്ന ഒരു ഫീച്ചറാണ് ബേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ലാൻഡ് അകത്തോട്ടായിരിക്കും കർവ് ചെയ്ത് കാണപ്പെടുന്നത്. A bay is usually smaller and less enclosed than a gulf.
ബേ എന്ന് പറഞ്ഞത് ഒരു ഗൾഫിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി സ്മോളറും ലെസ് എൻക്ലോസ്ഡും ആയിരിക്കും, കുറച്ചുകൂടെ വലിയ ബ്രോഡ് സൈസിൽ കാണപ്പെടുന്നത് ഗൾഫ്. ബേക്ക് എക്സാമ്പിൾ ബേ ഓഫ് ബംഗാളും ഗൾഫിന് എക്സാമ്പിൾ ഗൾഫ് ഓഫ് മാന്നാർ, ഗൾഫ് ഓഫ് മെക്സിക്കോ തുടങ്ങിയവയാണ്. ഇനി ഒരു ബേക്കകത്ത് ബാർസ് ഫോം ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും 3 ലൊക്കേഷനിലാണ് ഒരു ബേയിൽ ബാർസ് ഫോം ചെയ്യുന്നത്. അത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ബേ ഹെഡ് ബാർ ഫോംഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ ബേ. ബേ ഹെഡ് ബാർ പ്രധാനമായിട്ടും ഒരു ബേയുടെ ഹെഡ് അല്ലെങ്കിൽ ലാൻഡ്വാർഡ് ഡയറക്ഷനിലാണ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ലാൻഡ്വാർഡ് ഡയറക്ഷൻ ഇതാണ്. ഈ ഒരു ഭാഗത്താണ് ബാർ ഉണ്ടാവുന്നതെങ്കിൽ അത് ബേ ഹെഡ് ബാർ. മിഡ് ബേ ബാർ ഫോംഡ് ഇൻ ദ മിഡിൽ പോർഷൻ ഓഫ് എ ബേ. മിഡ് ബേ ബാർ ഉണ്ട്, അതൊരു ബേയുടെ മിഡിൽ പോർഷനിലൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദെൻ ബേ മൗത്ത് ബാർ ഫോംഡ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ബേ. ഒരു ബേ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത്, അത് സീയിൽ നിന്ന് ഓപ്പൺ ആയി വരുന്ന ആ ഭാഗത്തുണ്ടാകുന്ന ബേസിനെ വിളിക്കുന്ന പേരാണ്, ബാർസിനെ വിളിക്കുന്ന പേരാണ് ബേ മൗത്ത് ബാർസ്. Lagoons. A lagoon is a shallow body of water separated from a larger body of water by reefs, barrier islands or barrier peninsula. ലഗൂൺ എന്ന് പറയുന്നത് കോസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ഷാലോ ബോഡി ഓഫ് വാട്ടർ ആണ്. ഇതിനെ മെയിൻ സീ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് റീഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാരിയർ ഐലൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാരിയർ പെൻസില ആയിരിക്കാം. ലഗൂൺസ് ആർ ഫോം when the coves or bays are completely enclosed by bar. ലഗൂൺസ് 2 രീതിയിൽ ഫോം ചെയ്യാറുണ്ട്. ഒന്ന് ബേ ഫുള്ളായിട്ട് ബാർസ് എൻക്ലോസ് ചെയ്ത് കാണപ്പെടുമ്പോഴോ, അതല്ലാന്നുണ്ടെങ്കിൽ കോസ്, ഒരു എലപ്റ്റിക്കൽ ഹോളോയാണ് കോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ എലപ്റ്റിക്കൽ ഹോളോസിന് കംപ്ലീറ്റ് ആയിട്ട് ബാർസ് എൻക്ലോസ് ചെയ്യുമ്പോഴോ ലഗൂൺസ് ഉണ്ടാവാം. ഈ കാണുന്ന ഫീച്ചറാണ് ലഗൂൺസ്. ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള സീ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബാരിയറും ഉണ്ട്, അതിനെ ചുറ്റും എൻക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അതൊരു ഷാലോ ബോഡി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്.